നിന്റെ കണ്ണ് തുറന്ന് ദേവേട്ടാന്നൊന്ന് വിളിക്കെന്റെ വൈദേഹി. ദേവേട്ടാ, അതെന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ദേവേട്ടാ? ഞാൻ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് നോക്ക്. വൈദേഹി, വൈദേഹി. വൈദേഹി, വൈദേഹി. എന്നെ എന്തിനാ വിളിച്ചു ദേവേട്ടാ? എന്റെ കണ്ണ് തുറക്കുന്നത് വരെ ദേവേട്ടന്റെ വേദന മാറില്ല. അതുകൊണ്ടാ ഞാൻ വന്നത്. അതെ ദേവേട്ടാ, ഞാൻ ദേവേട്ടന്റെ വൈദേഹി തന്നെയാ. ഇത്രയും നാളും ഞാൻ വൈദേഹിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒത്തിരി പോരാടിയില്ലേ? ഇപ്പൊ ദേവേട്ടൻ എന്നെ തിരിച്ചറിഞ്ഞപ്പോ അത്ര വേഗം ഞാൻ ദേവേട്ടനെ ഇട്ടിട്ട് പോവോ? എന്റെ ജീവൻ ദേവേട്ടന്റെ ജീവനായിട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുമല്ലേ. ഒരിക്കലും ഞാനിവിടെ നിന്ന് ഒറ്റയ്ക്ക് പോവില്ല ദേവേട്ട. ആ കാലം വന്നാൽ പോലും പോരാടി ഞാൻ ദേവേട്ടന്റെ അടുത്തേക്ക് വരും. അല്ലെങ്കിൽ തന്നെ ദൈവം അത്രയ്ക്ക് കണ്ണിച്ചോരം ഇല്ലാത്തവനാണോ? ഇത്രയും നാളെ എന്റെ ദേവേട്ടനെ അകറ്റി നിർത്തിയിട്ട് കുറെ ഏറെ വിഷമിപ്പിച്ചില്ലേ? ഇപ്പൊ വീണ്ടും നമ്മളെ തമ്മിൽ അകറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അതുണ്ടാവില്ല. ദേവേട്ടന്റെ അടുത്ത് നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ നീ എന്നെ തനിച്ചാക്കി പോവില്ലല്ലോ? നമ്മള് രണ്ടുപേരും ഒന്നാ ദേവേട്ട. തനിച്ചാക്കി പോവാനോ അകന്ന് കഴിയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഞാൻ എങ്ങും പോവില്ല ദേവേട്ട. ദേവേട്ടന്റെ സ്നേഹം അനുഭവിക്കാൻ ഞാൻ തിരിച്ചു വരും. നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ജീവിതം ഒരു ജന്മം മുഴുവൻ ജീവിക്കും. അത് തീർച്ചയാണ്. ഇനി എനിക്ക് വേണ്ടി ദേവേട്ടന്റെ കണ്ണീന്ന് കണ്ണീര് വരരുത്. എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്തോ എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛന്റെ അമ്മയുടെ മനസ്സിലെ വിഷമം മാറാനായിട്ടല്ലേ നാളെ അമ്പലത്തിൽ വെച്ച് ഒരു തടസ്സവും കൂടാതെ ഹോമം നടത്താൻ നമ്മൾ ഇത്രയൊക്കെ ഒരുക്കങ്ങൾ നടത്തിയേ? എന്നിട്ടിപ്പോ നിനക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനാ? നീ നാളത്തെ കാര്യത്തെക്കുറിച്ചാ പറയുന്നേ. എന്റെ പേടിയാണെങ്കി ഇന്ന് രാത്രിയിലെ കാര്യത്തെക്കുറിച്ചാ. എന്റെ സംശയം ശരിയാണെങ്കി ദേവൻ ഇന്ന് രാത്രി അവളോടൊപ്പം ഉണ്ടാവണം. ആരോടൊപ്പം? വൈശാലിയുടെ ഒപ്പം. വൈശാലിയോടൊപ്പം ദേവൻ എന്തിനു പോകണം? നീ എന്തൊക്കെയായി പറയണേ? അവൻ അവിടെ തന്നെയുണ്ട്. വീട്ടിൽ നിന്ന് ഞാൻ അവളുടെ ഓർമ്മകളെ പോലും എടുത്ത് മാറ്റിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ അവളെ അന്വേഷിച്ചു പോയിരിക്കുന്നു. ദേവനും വൈശാലിയും ഒരു സ്ഥലത്തുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ദേവൻ ഒരിക്കലും അവള് വൈദേഹി അല്ലാത്തിടത്തോളം കാലം അവളുടെ പുറകെ പോവില്ല. അത്തരം സ്വഭാവക്കാരനല്ല അവൻ. അക്കാര്യത്തിൽ ദേവനെ നിനക്ക് വിശ്വസിക്കാം. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷെ നിശ്ചയത്തിന്റെ സമയത്ത് ദേവന്റെ കൈ മുറിഞ്ഞതും വൈശാലി ആ സമയത്ത് വീട്ടിലില്ലാതിരുന്നതും അതിന്റെ പുറകെ ദേവൻ ഇറങ്ങിപ്പോയതും എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഉണ്ടായിരിക്കേണ്ടടുത്ത് തന്നെ ഉള്ളതെന്ന് പറഞ്ഞതും ഇതിനെല്ലാത്തിനും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. നിന്റെ ഈ സംശയങ്ങളൊക്കെ ചവറ്റുകുട്ടയിലെടുത്തിട്ടേക്ക്. എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക്. ദേവൻ വൈശാലിയുടെ അടുത്തുണ്ടാവില്ല. അതിന് യാതൊരു ചാൻസും ഇല്ല.
അത് നീ അങ്ങ് മറന്നേക്ക്. അതല്ലാതെ നിനക്ക് വേറെന്തെങ്കിലും ടെൻഷനുണ്ടോ? അതും ക്ലിയർ ചെയ്യാം. ശരിക്കുള്ള വേറൊരു ടെൻഷനും കൂടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഇന്ന് നടന്ന നിശ്ചയം പകുതി വെച്ച് നിന്നുപോയതല്ലേ. നാളെ അമ്പലത്തിൽ ഹോമം നടന്നാലല്ലാതെ ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാവില്ല. ആ ഹോമം പൂർണ്ണമായാലേ ഞങ്ങളുടെ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ടെൻഷൻ അടിക്കുവാ ഞാൻ. അതിനെക്കുറിച്ചാണെങ്കിൽ നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ധൈര്യമായിട്ട് ആരാധ്യ വെഡ്സ് ദേവനെന്ന് സ്റ്റാറ്റസ് ഇട്ടോളൂ. ഒരു എൻഗേജ്മെന്റ് പോലും ശരിക്കും നടത്താനായില്ല. അപ്പൊ നാളത്തെ ഹോമത്തിൽ ഇനി എന്താണോ ഉണ്ടാവാൻ പോവാ? വരാതെ അവനെവിടെ പോവാന്? അച്ഛന്റെ അടുത്തുനിന്നൊരു ഫോൺ അങ്ങ് എത്തിയാ മതി, അവനിങ് എത്തിക്കോളും. ഇനിയിപ്പൊ നാളെ അമ്പലത്തിൽ എന്ത് നടന്നാലും വീട്ടുകാരുടെ മനസ്സില് എങ്ങനെയെങ്കിലും നിന്നെക്കൊണ്ട് ദേവനെ കെട്ടിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം. ഈ കല്യാണം നടക്കുകയും ചെയ്യും, നീ ഇവിടുത്തെ മരുമോളാവും. അതിനുശേഷം വൈദേഹി ജീവനോടെ തിരിച്ചെത്തിയാലും ആരാധ്യ മാത്രമാണ് ഈ വീട്ടിലെ മരുമോളെന്ന് ഇവിടുത്തെ എല്ലാരും പറഞ്ഞോളൂ. എങ്ങനെ പറയുന്ന? എന്തൊക്കെയാ നീ പറയുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിന്റെ കരുക്കളൊക്കെ ഞാൻ നീക്കിക്കഴിഞ്ഞു. നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സമാധാനായിട്ടിരിക്കും. മനസ്സ് മുഴുവൻ ദേവനെ കുറിച്ചുള്ള റൊമാൻറ്റിക് ചിന്തകൾ മാത്രം മതി. ദേവാ, എന്റെ ചികിത്സയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ നിന്റെ ഈ സ്നേഹം കാണുമ്പോൾ എന്റെ ചികിത്സയേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടതാണിതെന്ന് എനിക്ക് തോന്നിപ്പോവാ. അവൾക്ക് ഉറപ്പായിട്ടും ബോധം തെളിയും. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. പകരേ നീ പല കുറി മാഞ്ഞില്ലേ, പറയൂ നിൻ നിറമിഴി തോരില്ലേ, എരിവേനൽ ചൂടുരുകീടും പീഡയും വെൺപ്രാവേ നീ ധൈര്യമായിട്ടിരിക്കുക ദേവാ. എടാ വിനയ, ദേവേട്ടാ ദേവേട്ടാന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നവനല്ലേ? നിനക്കും അറിയില്ലേ അവൻ എവിടാന്ന്? അറിയാവുന്നിടത്തൊക്കെ പോയി ഞാൻ അന്വേഷിച്ചതാ, അവിടെ എങ്ങുമില്ല. അവനെ എന്തിനാ നീ തനിച്ചയച്ചേ? അല്ലെങ്കിൽ തന്നെ ഒരുമാതിരി അവൻ. ഒന്ന് കൂടെ പോയിക്കൂടായിരുന്നോ? എടാ നിനക്കെന്താ? ഇവിടെ എന്ത് നടന്നാലും നിനക്കൊരു ബന്ധവും ഇല്ല അല്ലേ? കിളവി എന്തിനാ എന്നെ ഇതി പിടിച്ചിടുന്നേ? അവനിവിടെ നിന്ന് ഒഴിയാൻ ഞാൻ കാത്തിരിക്കുമ്പോഴാ കിളവി അവന്റെ പുറകെ പോവാൻ പറയുന്നേ. വീണ്ടും ഞാൻ വിളിച്ചു നോക്കിയതാ, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് വെച്ചു കളഞ്ഞു. ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാനും ഒരുപാട് തവണ വിളിച്ചു നോക്കി ആന്റി, പക്ഷെ ഫോൺ എടുത്തില്ല. എന്നാ പിന്നെ വരുന്ന വഴിയായിരിക്കും എന്ന് വിചാരിച്ചു.
പക്ഷെ നേരം വെളുത്ത് ഇത്രയും നേരമായിട്ടും ആളെ കാണുന്നില്ലല്ലോ. വിഷമം കൂടുമ്പോ ഇങ്ങനെ പുറത്തു പോവാറുണ്ട്. പക്ഷെ 1-2 മണിക്കൂറാകുമ്പോ ആള് തിരിച്ചെത്താറുമുണ്ട്. പക്ഷെ ഇന്ന് ഇതുവരെ എത്തിയില്ലെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ നിശ്ചയം പകുതി വഴിക്ക് നിന്നപ്പോ ആരുമല്ലാതെ ഇവിടെ നിൽക്കുന്നതിൽ താല്പര്യമില്ല, അച്ഛൻ വാക്ക് തരട്ടെ എന്ന് ഇവള് പറഞ്ഞപ്പോ എന്തിനാ ഇതൊക്കെയെന്ന് എന്റെ മനസ്സിലും തോന്നിയിരുന്നു. പക്ഷേ അവൾ അങ്ങനെ ചോദിച്ചതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഈ അവസ്ഥയിൽ ദേവന്റെ കാര്യത്തിൽ ആരാധ്യയ്ക്ക് അങ്ങനെ സംശയം തോന്നിയതിൽ യാതൊരു തെറ്റുമില്ല. അത് സാരല്ല ഓർമ്മളെ. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോ ആ വ്യക്തിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇഷ്ടപ്പെടാത്തതും കൂടി സഹിക്കാൻ തയ്യാറാവണം. അതങ്ങനെയല്ലേ? ഇന്നലെ ഉണ്ടായിരിക്കേണ്ടടുത്ത് തന്നെ ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷെ എവിടെയാണെന്ന് പറഞ്ഞില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട എന്ത് കാര്യമായിരിക്കും? ഒരുപക്ഷെ കാലത്തെങ്കിലും ആളെ എത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തിരുമേനി ഇന്ന് ഹോമം നടത്താനായിട്ട് പറഞ്ഞിരിക്കല്ലേ. ദേവനില്ലാതെ അതിപ്പോ എങ്ങനെയാ? ഇന്ദു അമ്മേ, ഞാൻ ഫോൺ ചെയ്താൽ ചിലപ്പോ ദേവൻ എടുത്തുന്ന് വരില്ല. ഇനി എടുത്താലും അമ്പലത്തിലേക്ക് വിളിച്ചാ വരൂന്നും പറയാൻ പറ്റില്ല. ഇന്ദു അമ്മ ഒന്ന് ഫോൺ ചെയ്ത് വരാൻ പറയൂ. വരുവോന്ന് അറിയില്ല എന്ന് പറഞ്ഞ എങ്ങനെ? വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ അവനെ വരുത്തും. എനിക്കെന്താ അവനെ പേടിയാ? ഹലോ എന്തു? ദേവാ, എന്താ മോനെ നിനക്ക് പറ്റിയേ? എന്തിനാ ഞങ്ങളെങ്ങനെ വേദനിപ്പിക്കുന്നേ? അതിന് ഞാനെന്ത് ചെയ്തു എന്തു? നീ എന്താ ചെയ്യുന്നതെന്നോ എന്തൊക്കെ ചെയ്തുവെന്നോ ഒക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നീ അതൊക്കെ പറയാൻ നിന്നാലേ ഇവിടെ പല കാര്യങ്ങളും നടക്കാണ്ടാവും. ഞാൻ പറയുന്നത് നീ ഇപ്പൊ അങ്ങോട്ട് കേട്ടാ മതി. ഇന്ന് അമ്പലത്തില് ഹോമമാണെന്ന് നിനക്കറിയാലോ. നീ എവിടാന്നൊന്നും എനിക്കറിയില്ല. 1/2 മണിക്കൂറിനകം അവിടെ എത്തിക്കോണം. അതൊന്നും നടക്കില്ല എന്തു. നീ ഒരക്ഷരം തിരിച്ചു പറയരുത്. വന്നേ പറ്റൂ. തിരുമേനി പറഞ്ഞത് നീയും കേട്ടതല്ലേ. ഈ ഹോമത്തിന് നീ ഉറപ്പായും വന്നേ പറ്റൂ. നിന്റെ കൈകൊണ്ട് വേണം. എന്തു ഞാൻ പറയുന്നു? എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് വന്നോണം. 1/2 മണിക്കൂറേ സമയമുള്ളൂ. വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല. ഈ ഇന്ദുന്റെ ഓരോ സമയത്തെ കാര്യം പറഞ്ഞ അവൻ എത്തിക്കോളും. നിങ്ങളൊക്കെ പോയി റെഡിയാകാൻ നോക്ക്. എന്തൊരു ദേവ? ഇന്ദു ഫോൺ ചെയ്തേ. അമ്പലത്തിൽ ഏതോ ഹോമം നടക്കുന്നുണ്ട്, വന്നേ പറ്റൂ അത്രേ. എന്നാ പോയിട്ടോ. വൈദേഹി ഈ അവസ്ഥയിൽ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാ പോവാൻ പറ്റുക? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പോയിട്ട് വന്നോളൂ. നമ്മുടെ ഈ പരിശ്രമത്തിന് ദൈവം കൂടെ തുണയാവട്ടെ. നീ പോയിട്ട് വാ മോനെ. നീ വരുന്നവരെ ഞാനിവിടെ ഇരുന്നോളാം ദേവ. നീ പേടിക്കണ്ട, പോയിട്ടു. ശരി. വൈദേഹി, ആരാധ്യയുമായുള്ള നിശ്ചയത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാ ഇന്നവിടെ ആ ഹോമം നടക്കുന്നേ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നല്ല ഒന്ന് മാത്രം. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കറുത്ത കരടും വീഴാൻ പാടില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ നിന്റെ കണ്ണു തുറന്നിരിക്കണം. എന്നെ കാണാൻ സന്തോഷത്തോടെ നീ ഇവിടെ കാത്തിരിക്കണം. ദേവൻ എന്താ ഇതുവരെ കാണാതെ? ഹോമത്തിന് വരൂന്നല്ല അവൻ പറഞ്ഞ്. ഇന്ന് ആ ഹോമം നടന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഈ കല്യാണം തന്നെ ക്യാൻസൽ ചെയ്തേക്കാം. ഇന്ദുമ്മ അത്രയേറെ പറഞ്ഞതല്ലേ. ഇന്ദുമ്മ പറഞ്ഞ വരാതിരിക്കില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ
എല്ലാം ഭംഗിക്ക് നടന്നോളും. ഞാൻ നടത്തിക്കും. പറഞ്ഞോളൂ, ആരെ പേരില്ല പൂജ നടത്തേണ്ടേ? മോന്റെ പേരിലും മരുമോളുടെ പേരിലും. ആയിക്കോട്ടെ. മഹാദേവ് ജയ നമഃ, ആദിദേവ് ജയ നമഃ, പരമപുരുഷായ നമഃ, പരമാത്മികായ നമഃ, ഓം ചതുർവേദ പണ്ഡിതാംഗികായ നമഃ. ഈ ടൈമില് ദേവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലല്ലേ പൂജ നടക്കുന്ന. തൽക്കാലം അത് മതി. ദേവൻ പതുക്കെ വന്നോളൂ. ദേവൻ നാം ദേശീയ, ധർമ്മപത്നി വൈദേഹി നാം ദേശീയ, സർവ കുടുംബാനാം. എന്താ തിരുമേനി ഇത്? വൈദേഹിയുടെ പേരിൽ പൂജ ചെയ്യാൻ ആരാ പറഞ്ഞ? മോനും മരുമോളും എന്ന് പറയുമ്പോ ദേവനും വൈദേഹിയും ആണല്ലോ. മരുമോളല്ല തിരുമേനി, മരുമോളാവാൻ പോകുന്ന കുട്ടി. ആരാധ്യ എന്നാ പറഞ്ഞത്. പറഞ്ഞിരുന്നോ? മോനും മരുമോളും എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അവരുടെ പേരാ വന്നേ. ഞാൻ കേട്ടത് ചിലപ്പോ തെറ്റിയിട്ടുണ്ടാവും. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യവും അറിയാവുന്ന ആളല്ലേ. ഞങ്ങൾക്ക് ആരാന്നും ആരുടെ പേര് എന്താന്നും ഒക്കെ അറിയാലോ. അതുപോലെ വൈദേഹി മരിച്ചുപോയ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. മരിച്ചുപോയ വൈദേഹിയുടെയും ദേവന്റെയും പേരിൽ നിങ്ങൾ എങ്ങനെ പൂജ നടത്തും? ആത്മാവിന്റെ ശാന്തിക്കായിരിക്കുമെന്ന് കരുതി. മാത്രമല്ല ദേവനിവിടെ വന്നിട്ടില്ലല്ലോ, അപ്പൊ അവരുടെ പേരിൽ നടത്തുന്ന പൂജയാണെന്ന് കരുതി. ശരിക്ക് കേൾക്കാതെ പോയത് എന്റെ തെറ്റാ. തിരുമേനി, ദേവന്റെ ആരാധ്യയുടെയും പേരിൽ ഒരു പൂജ കൂടി നടത്തിക്കോളൂ. ദേവൻ ആരാധ്യനാമധേയസ്യ സഹ കുടുംബാനാം ക്ഷേമസ്യാഭയായുരാരോഗ്യ ഐശ്വര്യാഭിവൃദ്ധിരസ്തു. മോൾ ആരാന്ന് തിരുമേനിക്ക് അറിയില്ലല്ലോ. ഒന്നും മനസ്സിൽ വെക്കണ്ട. തിരുമേനി ഇപ്പൊ വീണ്ടും പൂജ നടത്തുന്നുണ്ടല്ലോ. ദേവൻ നാം ദേശീയ, ധർമ്മപത്നി വൈദേഹി നാം ദേശീയ, സർവ കുടുംബാനാം. വീണ്ടും പൂജ നടത്തിയിട്ട് എന്ത് പ്രയോജനം? നടക്കാനുള്ള എല്ലാം നടന്നു കഴിഞ്ഞല്ലോ. ദേവന്റെ മനസ്സിൽ മാത്രമേ വൈദേഹി ഉള്ളൂ എന്നാ ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. വൈദേഹി ഇതുവരെ ദേവനെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്നാ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ദേവനുള്ള ഇടത്ത് എല്ലാം വൈദേഹിയുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു തെറ്റായിപ്പോയി. നിശ്ചയത്തിന്റെ സമയത്ത് ദേവന്റെ വിരലിൽ മുറിവ് പറ്റി. മോതിരത്തിലും ആരാധ്യയ്ക്ക് പകരം വൈദേഹിയുടെ പേരായിരുന്നു. ഇപ്പൊ ആര് പറഞ്ഞിട്ടാ ആരാധ്യയ്ക്ക് പകരം വൈദേഹിയുടെ പേരിൽ പൂജ നടന്നത്? തിരുമേനി പറഞ്ഞതും ഹോമം നടത്തി കഴിയുമ്പോ ഫലം അറിയാൻ പറ്റുമെന്ന് തന്നെ അല്ലായിരുന്നോ? ഇപ്പൊ ഇതിൽ നിന്ന് ഫലം എന്താന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്താ എന്തുവമ്മ ഇത്? എന്തുവമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ കടന്നു ചിന്തിക്കുന്നത്? തിരുമേനി പറഞ്ഞത് ഹോമത്തിന്റെ കാര്യോ? അത് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ദേവനും ആരാധ്യയും കൂടി നടത്തിയാ മതിയാവും.
ഇതിപ്പോ അമ്മ പറഞ്ഞത് തിരുമേനി കേൾക്കാത്തത് കാരണം ചെറിയൊരു തെറ്റു പറ്റിയെന്ന് മാത്രം. ഇതും അതും കൂടി കണക്ട് ചെയ്യല്ലേ? ഊർമിളെ, ഹോമം നടക്കട്ടെ.